നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് പാർട്ടി നിലനിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടായെങ്കിൽ മാത്രമേ ജനാധിപത്യവും മതേതരത്വവും പുലരുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുമുണ്ട്. ഇവരെയൊന്നും ഒരുപക്ഷെ കോൺഗ്രസ്സുകാരെ നിങ്ങളുടെ റാലിയിലോ ജാഥയിലോ നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുവാനോ ഒന്നും കാണില്ല. പക്ഷേ അവർ എന്നും കറകളഞ്ഞ കോൺഗ്രസ്സുകാരായിരിക്കും. വർഷങ്ങളായി നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നവരായിരിക്കും, നിങ്ങൾക്ക് മാത്രം വോട്ട് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ കോൺഗ്രസിന്റെ സമീപ കാലഘട്ടത്തെയല്ല, ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ അത്തരക്കാരെ, അതായത് കറകളഞ്ഞ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ചതിക്കുന്ന അല്ലെങ്കിൽ അവരോട് കാണിക്കുന്ന ഒരു നീതികേടാണ് നിങ്ങളുടെ ഗ്രൂപ്പിസവും തമ്മിൽ തല്ലലുമെല്ലാം. ഈ ഒരു 2025 എത്തി നിൽക്കുമ്പോഴും ആ ഒരു ഇതിന് മാറ്റമൊന്നുമില്ലാതെ തുടരുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല. കാരണം അവസ്ഥ അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, നിങ്ങൾ വന്ന് എൻ്റെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചീത്തയൊന്നും പറയണ്ട. ഞാനൊരു സാധാരണക്കാരൻ്റെ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ഒരു വികാരം ഒക്കെ ഇത്തരത്തിലാകാം എന്ന് മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എപ്പോഴും പ്രശംസിക്കുകയും എന്തെങ്കിലും മോശം കാര്യമുണ്ടായാൽ തീർച്ചയായും ആരോഗ്യകരമായ രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുകയും എപ്പോഴും ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ചില ആളുകൾ ട്രോളുകളിൽ പറയുന്നത് പോലെ A തുടങ്ങി Z വരെയും ഗ്രൂപ്പുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. അതൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും സംഘപരിവാറിന്റെ കുറച്ച് പ്രസ്ഥാനങ്ങളെയൊക്കെ കണ്ടുപഠിക്കണം. കാരണം വേറെ ഒന്നുമല്ല, അവർക്കൊരു കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയാണ്. പ്രത്യേകിച്ച് CPM പോലുള്ള പാർട്ടികൾ, അതേപോലെ തന്നെ RSS പോലുള്ള സംഘടനകൾ കേഡർ സ്വഭാവമുള്ള ഒരു ഗണത്തിലാണ് അവർ പ്രവർത്തിച്ചു വരുന്നത്. അവരുടെ മേൽത്തട്ട് മുതൽ അല്ലെങ്കിൽ ഏറ്റവും താഴെത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ഒരു കേഡർ സ്വഭാവമുള്ളതായിരിക്കും. ഒരു സംഘടനാ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് സംഘടനക്കുള്ളിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ സംഘടനക്കുള്ളിൽ തന്നെ അവർ തീർത്തുകൊണ്ട് പുറത്തേക്ക് പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ പുറത്തു വന്ന് തുറന്നടിക്കാൻ 95% നേതാക്കളും പ്രവർത്തകരും തയ്യാറാകുന്നില്ല. പക്ഷേ കോൺഗ്രസിലാകട്ടെ 50% നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കുന്നതൊന്ന് അവർക്ക് തോന്നിയ കാര്യങ്ങൾ മറ്റൊന്ന് വന്ന് പത്രക്കാരുടെയും മീഡിയാസിൻ്റെയും മുമ്പിൽ പറയുകയാണ്. പല കാര്യങ്ങളിലും സ്വന്തം താല്പര്യം നോക്കി അല്ലെങ്കിൽ സ്വന്തം താല്പര്യമുള്ള ആളുകളെ നോക്കി കുത്തിക്കയറ്റുവാൻ പല സംഘടനകളും ശ്രമിക്കാറുണ്ട് എന്നാണ് പത്രക്കാർ പറയുന്നതും. ഈ അടുത്ത് തമ്മിലടിച്ചു തീരുമോ ഈ കോൺഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വരാൻ പോകുന്ന ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ. അത് കഴിഞ്ഞിട്ട് 2026 നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഏതായാലും ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും കോൺഗ്രസിന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ടെന്നും കോൺഗ്രസുകാർ കണക്ക് കൂട്ടുന്നു. പക്ഷേ കോൺഗ്രസുകാരെ, നിങ്ങൾക്ക് 100% ഉറപ്പിച്ചു പറയുവാൻ കഴിയുമോ നിങ്ങൾക്ക് 2026 നിയമസഭാ ഇലക്ഷൻ വിജയിച്ചുകൊണ്ട് ഭരണത്തിലേറാൻ കഴിയുമെന്ന്? അല്ലെങ്കിൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ തന്നെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി കണ്ണടച്ച് പറയാമോ? പത്രക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, കണ്ണടച്ച് ആത്മവിശ്വാസത്തോടെ സ്വന്തം നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ ഞങ്ങൾ 100% വിജയം നേടുമെന്ന്? നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ തമ്മിൽ യാതൊരു ഐക്യവുമില്ല. സെമി ഫൈനലും ഫൈനലോടും അടുക്കുന്നു. അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പോടും അടുക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിന് മുമ്പേ തമ്മിൽ അടി തുടങ്ങി, കപ്പാര് വാങ്ങുമെന്നുള്ളത്. അതായത് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആരാണ് മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ പോകുക എന്നുള്ളത് ഇപ്പോഴേ കോൺഗ്രസിൽ തർക്കം തുടങ്ങി എന്നാണ് കേൾക്കുന്നത്. അത് മാത്രമല്ല, ഓരോരുത്തരുടെയും ഒരു മാധ്യമങ്ങളുടെ മുൻപിൽ വന്നുള്ള ഒരു അഭിപ്രായ പ്രകടനങ്ങളും ഒരുമയില്ലായ്മയും കേൾക്കുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കപ്പ് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. 2026 നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കുമോ 100% അല്ലെങ്കിൽ 100 സീറ്റ് നേടി വിജയിച്ച് അധികാരത്തിലെത്തുവാൻ? ഞാൻ വിശ്വസിക്കുന്നില്ല. 100% കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, എല്ലാ ഇലക്ഷനിലും ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ പരസ്പരമുള്ള പാരവെപ്പും നിങ്ങളുടെ ഗ്രൂപ്പിസം എല്ലാം നിങ്ങളെ ഈ ഒരു തകർച്ചയിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നു. സാധാരണക്കാരനായ കോൺഗ്രസ്സുകാർ ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഏറ്റവും ചെറിയ അടുത്ത് തന്നെ ഉണ്ടായ സംഭവം എടുക്കാം. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട MLA, പാലക്കാട് MLA, നിയമസഭാംഗം രാഹുൽ മാങ്കൂട്ടം ഒരു വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പോൾ പിന്നീട് അബിൻ വർക്കി എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് പ്രസിഡന്റായി വരുമെന്നായിരുന്നു കരുതുന്നത്.
പക്ഷേ അദ്ദേഹത്തിന് വോട്ടിങ്ങിൽ, അതായത് രാഹുൽ മാങ്കൂട്ടമൊക്കെ ഉള്ള ഒരു സമയത്ത് വോട്ടിങ്ങിൽ മത്സരിച്ച് വിജയിച്ച് വന്ന് 2ാം സ്ഥാനമായിട്ട് കിട്ടിയത് 75,000 80,000 1 ലക്ഷമോ അറിയില്ല, ഓർക്കുന്നില്ല കേട്ടോ കൃത്യമായിട്ടും. അതായത് രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ് നേരെ അടിയിൽ വന്ന ആളാണ് ഇദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കാതെ വേറെ ഒരു ആളെ നിങ്ങൾ ഇത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു അതൃപ്തി, അദ്ദേഹത്തിന്റെ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി ജനറൽ സെക്രട്ടറിയോ എന്തോ ആക്കി മാറ്റുന്നു. അതായത് ഒരുപാട് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാക്കി മാറ്റുന്നു. അദ്ദേഹം ഇവിടെ വന്ന് പത്രക്കാരോട് പറഞ്ഞു, എനിക്ക് ദേശീയ തലത്തിലേക്ക് പോകാൻ താല്പര്യമില്ല, എനിക്ക് ഇവിടെ നിന്ന് പ്രവർത്തിക്കാൻ പാർട്ടി എന്നെ അനുവദിക്കണമെന്ന്, ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ടിരിക്കും എന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ പുത്രൻ ചാണ്ടി ഉമ്മൻ വന്ന് പറയുകയുണ്ടായി, ഞാൻ നിന്നിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് എൻ്റെ പപ്പയുടെ, അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മ ദിവസം തന്നെ എന്നെ ആ ഒരു സ്ഥാനത്ത് നിന്ന് മാറ്റിയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന്. അതായത് പല സ്ഥലത്തും എയും ഐയും ഗ്രൂപ്പുകൾ പറഞ്ഞ് കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലുകയാണെന്ന് പറഞ്ഞാൽ, തല്ലി പല സീറ്റുകളും കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റു പറയാൻ കഴിയുമോ എന്നെ? എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് നിങ്ങളുടെ നേതാക്കളെയും നിങ്ങളുടെ പാർട്ടിയെയും ഒക്കെ ഒരുപാട് ബഹുമാനിക്കുന്നു. പക്ഷേ ഇത്തരത്തിൽ രാഷ്ട്രീയ, അതായത് ഒരുമിച്ചൊരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ കൂട്ടായി പ്രവർത്തിച്ചില്ലെങ്കിൽ സാധാരണ കോൺഗ്രസ്സുകാരോട് നിങ്ങൾ ചെയ്യുന്ന ഒരു വഞ്ചനയായിരിക്കും അത്, തീർച്ചയായും പറഞ്ഞു പോകുകയാണ്. അതായത് ഈ തൊട്ടടുത്തുണ്ടായ ഒരു കാര്യം തന്നെ എടുക്കാം. അതായത് CPIയും CPMും PM ശ്രീ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിരുന്ന ആ ഒരു വിവാദം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. പിണറായി വിജയനും ബിനോയ് വിശ്വവും തമ്മിൽ ചർച്ച നടത്തിയിട്ടും അതും കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് മാധ്യമ വാർത്തകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ എന്താണ് ചെയ്തത്? അതായത് UDF കൺവീനർ അടൂർ പ്രകാശ് വന്നിരുന്ന മാധ്യമങ്ങളോട് പറഞ്ഞു, കുറെ നാളുകളായി ഞാൻ CPIയുമായി അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളും CPI നേതാക്കളുമായി ചർച്ചകളിൽ ഏർപ്പെടുന്നു. CPI ഇതിനകത്തേക്ക് വരികയാണ്, UDFിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായും സ്വീകരിക്കും. അതായത് വി ആർ ഓൾവേസ് ഓപ്പൺ ദ ഡോർ. അത്തരത്തിലുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം അതായത് ദേശീയ വക്താവല്ലേ അദ്ദേഹം, KC വേണുഗോപാൽ MP, കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ് അദ്ദേഹം. ഏതായാലും അദ്ദേഹം അലങ്കരിക്കുന്ന സ്ഥാനം എനിക്ക് കൃത്യമായി അറിയില്ല. അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം വന്ന് പറഞ്ഞു, റിപ്പോർട്ടർ ചാനലിൽ ഞാനൊരു വാർത്ത കണ്ടതാണ്. അതായത് അടൂർ പ്രകാശ് CPI UDFിലേക്ക് ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ മാത്രം വ്യക്തിപരമായ കാര്യമാണ്, അല്ലാതെ അത് പാർട്ടിയുടെ ഒരു കൂടിയാലോചനയ്ക്ക് ഉള്ളിൽ എടുത്ത ഒരു സംഭവമല്ല, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണ്. ഞങ്ങൾ ആരും ഇതിനെ പറ്റി കൂടിയാലോചിച്ചിട്ടോ ചിന്തിച്ചിട്ടോ ഇല്ല എന്ന് റിപ്പോർട്ടർ ചാനൽ വാർത്ത വരികയുണ്ടായി. ഒരുപക്ഷെ ശരിയായിരിക്കാം, കൂടിയാലോചനകൾ അദ്ദേഹം KC വേണുഗോപാലോ അല്ലെങ്കിൽ എല്ലാ നേതാക്കളുമായി ഒരു കൂടിയാലോചനകൾ ചിലപ്പോൾ ഒരു പക്ഷെ ഉണ്ടായിരിക്കുകയുണ്ടായില്ല. പക്ഷേ അത് അവിടെയല്ല, പത്രക്കാരുടെ മുമ്പിലായിരുന്നില്ല തുറന്നു പറയേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ പാർട്ടിയുമായി എനിക്ക് യാതൊരു ബന്ധവും ഒന്നുമില്ല, സാധാരണ ഒരു പൗരൻ തന്നെയാണ്. പക്ഷെ അതായിരുന്നില്ല ചെയ്യേണ്ടത്. തന്റെ ഘടകത്തിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റിയിൽ വെച്ച് വിമർശിക്കുക, അല്ലെങ്കിൽ കാരണം കാണിക്കൽ ചോദിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പടലപ്പിണക്കം ഇനി ഉണ്ടെങ്കിൽ തന്നെ അതെന്തിനാണ് പൊതുജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് കിട്ടിയത്? നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു അവസരം വെറുതെ പാഴാക്കി കളയുന്നത് സാധാരണ കോൺഗ്രസ്സുകാർ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമായിട്ട് എനിക്കിത് തോന്നി. അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി എനിക്ക് യാതൊരു വ്യക്തിപരമായ ഒരു ദേഷ്യവുമോ ഒന്നുമില്ല. അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ വന്ന് നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആരോഗ്യകരമായ വിമർശനങ്ങൾ, കഴിവുകൾ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോകളുമായി എല്ലാ പൊളിറ്റിക്കൽ അനലൈസും സമകാലീന വാർത്തകൾ, ഗ്ലോബൽ ന്യൂസുകളുമായി, അത്തരം എന്റർടൈൻമെന്റ് ന്യൂസുകളുമായി നാം വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.